വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുകൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന് സുപ്രീം കോടതി. ഒരു വഖഫ് സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് കളക്ടർ എങ്ങനെ തീരുമാനിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ചോദിച്ചു. ഹിന്ദു ബോർഡുകളുടെ ഉപദേശക സമിതിയിൽ മുസ്ലിങ്ങളെ അംഗങ്ങളാക്കുമോ എന്നും അത് അനുവദിക്കുമോ എന്നും സുപ്രീം കോടതി. ഹർജികളിൽ നാളെ വാദം കേട്ട ശേഷം ഇടക്കാല ഉത്തരവുണ്ടായേക്കും. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള 100ഓളം ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ മുന്നിൽ വന്നത്. ഇതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി നൽകുന്ന നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ നിരീക്ഷണവുമാണ് ഈ ഒരു ഹർജിയിൽ നടന്നത്. പ്രത്യേകിച്ച് വഖഫ് സ്വത്തുകൾ നോട്ടിഫൈ ചെയ്യരുതെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഒരു വഖഫ് സ്വത്ത് അത് വഖഫിന്റെ സ്വത്താണോ എന്ന് തീരുമാനിക്കുന്നത് കളക്ടർമാരല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കളക്ടർമാർക്ക് ഈ കാര്യത്തിൽ അന്വേഷണം നടത്താം, പക്ഷേ കളക്ടർമാർ അന്വേഷണം നടത്തുന്നതെന്ന് കരുതി ഇത് വഖഫ് സ്വത്ത് അല്ലാതാകുന്നില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തർക്കഭൂമികളിൽ ഒരു അന്തിമ തീരുമാനം കളക്ടർമാരുടേതല്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇതിൽ ഈ വഖഫിന്റെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത്. പക്ഷേ ഈ രജിസ്ട്രേഷൻ എങ്ങനെ കർശനമാക്കാൻ കഴിയുമെന്നും സുപ്രീം കോടതി ചോദിച്ചു. പ്രത്യേകിച്ച് 15-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച പഴയ പുരാതനമായ മുസ്ലിം പള്ളികൾ ഉണ്ടാകാം. ഇതിനെല്ലാം തന്നെയും രജിസ്ട്രേഷൻ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ വിൽപ്പന കരാറുകൾ എങ്ങനെ ലഭ്യമാകുമെന്നും ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്ന ഒരു ഘട്ടം കൂടി ഈ ഒരു വാദത്തിനിടെ ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ നിയമ ഭേദഗതിയിലെ പല തീരുമാനങ്ങളും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വഖഫ് കൗൺസിലിൽ ഒരു എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ള ആൾക്കാർ മുസ്ലിങ്ങൾ ആകണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു ഹിന്ദു ബോർഡിൽ ഒരു മുസ്ലിങ്ങിനെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യം കൂടി സുപ്രീം കോടതി ആരായുകയും ചെയ്തു. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് ഭേദഗതി അല്ലെങ്കിൽ ഈ ഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു 100ഓളം ഹർജികൾ എത്തിയത്. ഇതിൽ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വി അടക്കമുള്ള പ്രമുഖ അഭിഭാഷകരെല്ലാത്തിനെയും തങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. കപിൽ സിബൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇത് മതസ്വാതന്ത്ര്യത്തിന്മേൽ എതിരാണ്. പ്രത്യേകിച്ച് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 അനുസരിച്ച് മതാചാരങ്ങൾക്ക് വേണ്ടിയുള്ള മൗലികമായ അവകാശമുണ്ട്. ഈ ഭരണഘടനാപരമായ ഈ അവകാശങ്ങളുടെ ലംഘനമാണ് ഈ ഒരു നിയമം എന്നായിരുന്നു പ്രധാനമായും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ മറ്റു പല ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പല ഭേദഗതിയും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഈ ഹർജികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും വിശദമായൊരു വാദം 2 മണിക്കൂറുകൾ കേട്ട ശേഷം ഇന്ന് ഇടക്കാല ഉത്തരവ് പറയാൻ വേണ്ടി സുപ്രീം കോടതി ആരാഞ്ഞെങ്കിലും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വീണ്ടും വിശദമായ വാദം കേൾക്കണമെന്നും ഇന്ന് ഇടക്കാല ഉത്തരവ് പറയരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വീണ്ടും വാദം കേൾക്കുകയും പിന്നീട് അന്തിമ വിധി പറയാമെന്ന് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് കേന്ദ്ര സർക്കാരിന് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായെന്ന് പറയേണ്ടി വരും. അസിത. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.